ശബ്ദം ഉണ്ടാക്കിയാൽ ഇവന്റെ കഴുത്തരിഞ്ഞ് ഞാൻ താഴെയിടും. പെങ്ങളെ പെങ്ങളെ പോലുള്ള ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാരെ ചവച്ചൂപ്പി മാനം കെടുത്തിയവൻ കൊല്ലേണ്ടതാണ്. കൊല്ലുന്നില്ല. നിങ്ങളെ ഓർത്ത്. ഇടിയൻ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ ഉണ്ടടാ നട്ടലുള്ള ഇടിയന്മാർ. ഓർത്തണോ പട്ടി? പടിഞ്ഞാറക്കര പാടത്ത് ഇനി ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയുടെ കരച്ചിൽ കേട്ട നിന്റെ ഭാര്യയുടെ ചോര ഒഴുക്കിയായിരിക്കും ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നത്. നിന്റെ കാക്കി വലയിലെ അത്ര പെട്ടെന്നൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. കുറച്ചാളുകൂടെ നമുക്കിങ്ങനെ കള്ളനും പോലീസും കളിക്കാം. നീ വഴി പോ. ഒന്നുകൂടെ ഞാൻ പറയിപ്പിക്കും. വണ്ടിയില് പോടാ പോടാ. വെളിച്ചമെത്തി. വീടിയുണ്ടോ സഖാവി ഒരു തീപ്പെട്ടി എടുക്കാൻ? എന്താ DK ഇതിന്റെ ഒരു അവസാനം? ഇതിനൊന്നും അവസാനമില്ല നെട്ടൂരാനെ. പോലീസിന്റെ പിടിയിലാകുന്നവർ ഇങ്ങനെ കഴിയുക. എങ്ങനെ കഴിയാനാ? ചെവി മുഴങ്ങുന്നത് പോലീസ് പിടിച്ചുകൊണ്ടുപോയ അച്ഛനെയും അമ്മയും കാണാതെ പടിഞ്ഞാറക്കര പാടത്ത് വിശന്ന് നിലവിളിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൂട്ടക്കരച്ചില. മുഴുപട്ടിണിയിൽ പോലും വാതിൽ തുറന്ന് നമുക്ക് ഒളിച്ചിരിക്കാൻ ഇടം തന്ന് സഹായിച്ച സ്റ്റെല്ല വരെ ഇടിയൻ കർത്താവിന്റെ കൊലപ്പുരയിലായി കഴിഞ്ഞു. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ലേടൂ ഇത്തരം വേദനിപ്പിക്കുന്ന സത്യങ്ങളെ കാണാതിരിക്കുക. പറ്റുമോ? തന്നെ കൊണ്ട് പറ്റുമോ? ഇനിയും നമ്മൾ പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന ഓരോ നിമിഷവും പോലീസിന്റെ ചവിട്ടും ഇടിയുമേറ്റ് നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന പാവങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും. അവരെ മോചിപ്പിക്കണം DK. അവരിനി വേദനിക്കാൻ പാടില്ല. നമുക്ക് പിടികൊടുക്കാം. അപ്പച്ചനും മരിച്ചു. ആരും ഇല്ലാതായപ്പോ
എനിക്ക് വയറ്റിൽ കിട്ടിയ കൂട്ടാണിവൻ. അന്തോണിച്ചനെ വിവരം അറിയിക്കാൻ ഞാൻ സ്റ്റേഷനിൽ വന്നു. പോലീസുകാരെന്നെ ചീത്ത പറഞ്ഞു ഓടിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നെട്ടൂരാനെ? ഇവനെ നശിപ്പിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അച്ഛനെ കണ്ട് കുമ്പസരിച്ചു. അങ്ങനെ മലബാറിലെ മഠത്തിൽ പോയത്. ആരെയും ഒന്നും അറിയിക്കാതെ, ആരുടെ ഒരു വിവരം അറിയാതെ മഠത്തിലെ സ്നേഹത്തിന്റെ മതിലിനുള്ളിൽ ഞാനിവനെ പ്രസവിച്ചു. 6 കൊല്ലമായി ഞാനവിടെ ജോലി ചെയ്ത് കഴിയുകയായിരുന്നു. നിങ്ങൾ പുറത്തിറങ്ങിയ വിവരം 2 ദിവസം മുമ്പാ അറിഞ്ഞത്. അങ്ങനെ ഇവിടെ ഓടിയെത്തിയത്. ഇപ്പോ ദാ ഇങ്ങനെ. ഞാൻ എന്ത് ചെയ്യും? ഒന്നും മനഃപൂർവ്വം ചെയ്തല്ല സ്റ്റെല്ല. സ്റ്റെല്ലയെ ഞാൻ ഓർത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ സത്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സേതുവിനെ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു. കുറച്ച് രൂപയുണ്ട്, തൽക്കാലം ഇതിരിക്കട്ടെ. അറിയാതെ പറ്റിപ്പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ എന്നെ അനുവദിക്കണം. സ്റ്റെല്ല ഇത് വാങ്ങിക്കണം. മനസ്സിൽ സ്നേഹമില്ലാഞ്ഞല്ല, ഇതേ എനിക്കിപ്പോ ചെയ്യാൻ പറ്റും. വാങ്ങിക്ക് സ്റ്റെല്ല. സ്റ്റെല്ലയ്ക്ക് ഇനിയൊരു ജീവിതമെങ്കിലും ഉണ്ടാക്കി തന്ന് കുറ്റബോധം മാറ്റാൻ DK സഹായിക്കണം. എല്ലാറ്റിനും അന്നമ്മയും ഞാനും ഉണ്ട് തൻ്റെ കൂടെ. മനസ്സുകൊണ്ട് DKയും. ദൈവഹിതമാണ് ഇട്ടിച്ച. ഇന്ന് കാലത്ത് ഈ ഇടവകയിലെ വികാരിയായിട്ട് ചാർജ് എടുക്കുമ്പോ ഈ വീടും ഇട്ടിച്ചനുമാണ് മനസ്സിൽ ആദ്യം വന്നത്. ഞാൻ അറിഞ്ഞിരുന്നു അച്ഛൻ ഇങ്ങോട്ട് സ്ഥലമാറ്റമാണെന്ന്. നന്നായി അച്ചോ. ആ എന്നാ ഇറങ്ങട്ടെ ഇട്ടിച്ച. ഇടവക പ്രമാണിമാരെയൊക്കെ ഒന്ന് കാണണമല്ലോ. ശരി. നമ്മുടെ പാർട്ടി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഏകകണ്ഠമായി നമ്മുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. സ്ത്രീകൾ ആദ്യം. അതുകൊണ്ട് വനിതാ പ്രതിനിധിയായിട്ട് ആരെ നിർത്താം? സഖാവ് സേതുലക്ഷ്മിയെ നിർത്തണം. വരട്ടെ. സഖാവ് സേതുലക്ഷ്മിയുടെ പേര് സഖാവ് ഗോമതി നിർദ്ദേശിച്ചു. ഇനി ഒരാൾ പിന്താങ്ങണം. ഞാൻ പിന്താങ്ങുന്നു. അപ്പോ സഖാവ് സേതുലക്ഷ്മിയെ സഖാവ് ഗോമതിയുടെ നിർദ്ദേശപ്രകാരം സഖാവ് മേരിയുടെ പിന്തുണയോടുകൂടി വനിതാ സ്ഥാനാർത്ഥിയായി നാം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്നു. അടുത്ത സ്ഥാനാർത്ഥിയായി സഖാവ് DKയുടെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. സഖാവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ തുറക്കാനുമേ. ഉറങ്ങിയില്ലേ നിങ്ങൾ ഇതുവരെ? കിടക്കാൻ പോവായിരുന്നു. എന്നാ പിന്നെ അന്നമ്മേ, ഞങ്ങള് വീട്ടിലോട്ട് പോവാ. ഓ, ഇനിയിപ്പൊ ഈ രാത്രിയിൽ എങ്ങോട്ട് പോകണ്ട സ്റ്റെല്ല? അതെ, നിങ്ങൾ അമ്മയും മോനും കൂടെ ഇവിടെ കിടക്ക്, ഞങ്ങൾ അപ്പുറത്ത് കിടന്നോളാം. വാ.
ഞാൻ കഴിച്ചോളാം, നീ അവിടെ ഇരിക്കേ. അസുഖം വല്ലതും തോന്നുന്നുണ്ടോ അന്നമ്മേ? ഉണ്ട്, ഞാൻ പറയത്തില്ലയോ. നീ കഞ്ഞി കുടിച്ചോ? ഉം. ആഹാരം സമയാസമയത്ത് കഴിച്ചോണം, ഉള്ളത്. വിശന്നിരിക്കല്ലേ? ഈ സമയത്ത് മുഴുവൻ നേരവും അന്നമ്മയുടെ കൂടെ ഇരിക്കേണ്ടവനാ ഞാൻ. ഓ, അതൊന്നും സാരമില്ല ചായ. അന്നമ്മോ, നമ്മുടെ പാർട്ടി ജയിക്കും. നമ്മുടെ DK MLA ആകും.